ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ 1-ാമത്തെ പുസ്തകമുള്ള കുഞ്ഞുങ്ങളെ എടുത്താട്ടെ. 28-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. എന്നാൽ യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. മീതെ യഹോവ നിന്ന് അരുളിച്ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെതേൽ എന്ന് പേരിട്ടു. ആദ്യം ആ പട്ടണത്തിൽ ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നൊരു പാട്ടിൻ്റെ ഒരു ചരണം പാടിക്കൊണ്ട് ഈ വചന ശുശ്രൂഷ എല്ലാവരും എഴുന്നേറ്റും നമുക്കൊന്ന് പാടാം. നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ്. 70 കൊല്ലം നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും. ഇന്നയോളം ഞങ്ങളെ നടത്തിയ ദൈവമേ, ഇന്നയോളം ഞങ്ങളെ പുലർത്തിയ കർത്താവേ, ഈ മലബാറിൻ്റെ പ്രദേശത്ത് 70 വർഷക്കാലം ഈ കൺവെൻഷൻ അഭംഗുരമായി തുടരുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവമേ, നിൻ്റെ അതിരറ്റ കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. ഈ നാട്ടിലെ ജനത ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ, ഈ 70 വർഷക്കാലം ഇവിടെ വളർന്നു വന്ന തലമുറ ദൈവത്തിൻ്റെ ജനമായി തീരുവാൻ ദൈവമേ, ഇവിടെ കോളേജും സ്കൂളും എല്ലാ സൗകര്യങ്ങളൊക്കെ ലഭിക്കത്തക്കവണ്ണം ധാരാളം നന്മകൾ കൊണ്ട് ഈ ഭദ്രാസനത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അഭിഷിക്തരായ മേലധ്യക്ഷന്മാരെയും നല്ല വൈദികരെയും സുവിശേഷകരെയും ഒക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഈ രാത്രി 70-ാം വർഷത്തെ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചനത്തിൻ്റെ പെരുമഴ കൊണ്ട് ഈ ദേശത്തെ ജനത്തെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി നിൻ്റെ വചനം കേൾക്കുവാനായി ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഭക്തിയാദരോട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 1893 വർഷം മാർത്തോമായ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നിറഞ്ഞൊരു വർഷമായിരുന്നു. സഭാചരിത്രം നന്നായിട്ട് അറിയാവുന്നവർക്ക് ആ ഭാഗം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1893 ഓഗസ്റ്റ് മാസം 10-ാം തീയതി പിൻഗാമികളില്ലാതെ നമുക്ക് അന്നുണ്ടായിരുന്ന നമ്മുടെ ഏക തിരുമേനി, മെത്രാപ്പോലീത്താണ്, ഒറ്റ തിരുമേനിയേ ഉള്ളൂ, അഭിവന്യ ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി കാലം ചെയ്തു. ഈ മാർത്തോമാ സഭയ്ക്ക് ഒരു തിരുമേനിയുമില്ല.
ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഈ സഭയ്ക്ക് അറിയാൻ പാടില്ല. തിരുമേനിമാരില്ലാതെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ഭദ്രാസനത്തിൽ പോലും ഒരു അധ്യക്ഷനില്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാർത്തോമാ സഭയ്ക്ക് തന്നെ ഒരു തിരുമേനി ഇല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അന്ന് മാർത്തോമാ സഭയ്ക്ക് തിരുമേനിമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരാൾ അന്നത്തെ വികാരി ജനറൽ കോവൂർ അയ്യപ്പ് തോമ കത്തനാരായിരുന്നു. ഈ വികാരി ജനറൽ അച്ഛൻ അന്ന് ഈ ദുഃഖത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ചു. വിളിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് പറയുന്നതാണ് ഡെഡ് എൻഡ് എക്സ്പീരിയൻസസ്. മുമ്പോട്ട് പോകാനയ്യാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരനുഭവം ഈ സഭ നേരിട്ടു. ഇന്ന് നിങ്ങൾക്ക് തിരുമേനി സ്വന്തമായിട്ടുണ്ട്, കോളേജുണ്ട്, സ്കൂളുണ്ട്, ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട്, 23 സുവിശേഷകരുണ്ട്, എല്ലാം ഉള്ളപ്പോൾ അന്ന് ഈ സഭയ്ക്ക് ആരുമില്ല. ഇത് നവീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൽ ഈ സഭ മുമ്പോട്ട് പോയി ബുദ്ധിമുട്ടുമ്പോൾ അയ്യപ്പ് തോമ കത്തനാർ അച്ഛൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവമേ, മോശ മരിച്ചപ്പോൾ നീ യോശുവയെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തല്ലോ. അയ്യോ, ഇനി മാർത്തോമാ സഭയ്ക്ക് ആരെയാണ് നീ തരുന്നത്? ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒട്ടും മുൻപോട്ട് പോകാനാവാതെ ഈ സഭ ബുദ്ധിമുട്ടിയപ്പോൾ അന്നത്തെ സഭയ്ക്ക് മേലധ്യക്ഷനെ പോലെ ഇരുന്ന ഈ വികാരി ജനറൽ അച്ഛൻ ദൈവത്തോട് പറഞ്ഞു: ദൈവമേ, നീ ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്ക് പകരം യോശുവയെ കൊടുത്തു, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കൈമലർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നമുക്കിപ്പോൾ ഒത്തിരി തിരുമേനിമാരും വൈദികരും ഒക്കെ ഉള്ളപ്പോൾ അന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വഴിമുട്ടി വഴിയടഞ്ഞപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, 5 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പാലക്കുന്നത്ത് കുടുംബത്തിലെ ടൈറ്റസ് 1 അല്ലെങ്കിൽ തീത്തൂസ് 1 എന്ന് പറഞ്ഞ പേരോടുകൂടി ഒരു തിരുമേനിയെ നമുക്ക് ലഭിച്ചു. കോട്ടയത്തുള്ള ചെറിയ പള്ളിയിൽ തോഴിയൂർ സഭയുടെ മേലധ്യക്ഷൻ വന്ന് മാർത്തോമാ സഭയ്ക്ക് ടൈറ്റസ് 1 തിരുമേനിയെ തന്നാണ് നമ്മുടെ സഭയുടെ ജൈത്രയാത്ര മുന്നോട്ട് പോയത്. ഞാനിവിടെ അതുകൊണ്ട് ദൈവം ഇന്ന് നമുക്ക് ഇപ്പോൾ 9 തിരുമേനിമാരുണ്ട്. മുമ്പ് 13 പേരുണ്ടായിരുന്നു. ഇതുപോലെ സഭാ മേലധ്യക്ഷന്മാരെയൊക്കെ തന്നിന്ന് സഭ നടത്തുമ്പോൾ ഞാൻ സഭാ മക്കളിൽ ഒരാളാണ്. നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, ഒരു തിരുമേനിമാർ പോലുമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ, ഡെഡ് എൻഡിലെത്തിയപ്പോൾ ദൈവം നമുക്ക് പുതിയ ഒരു വാതിൽ തുറന്നു തന്നു. ഒരു ദൈവത്തിൻ്റെ പുതിയ വാതിൽ, ദൈവത്തിൻ്റെ പുതിയ വഴി എന്നുള്ള വിഷയമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് രാത്രി ഇടപെടും. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് വായിച്ച വേദഭാഗം എല്ലാവർക്കും പരിചയമുണ്ട്. തിരുമേനി ഇപ്പോൾ അതിനെക്കുറിച്ച് ആമുഖം പറയുകയും ചെയ്തല്ലോ. യാക്കോബ് പാൽപ്പായസം കൊടുത്ത് എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ജ്യേഷ്ഠന് പായസത്തിൻ്റെ ആ നറുമണം അങ്ങോട്ട് മൂക്കിലടുപ്പിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ ഈ പായസം തരാം. ഏശാവ് അത് കൊടുത്തു, തൻ്റെ അവകാശം കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്തും എല്ലാം വെട്ടിപ്പിടിച്ച് വലിയവനാകാൻ ആഗ്രഹിച്ചവനാണ് യാക്കോബ്. അത് കഴിഞ്ഞപ്പോഴാണ് പിതാവ് ഇസാക്ക് അപ്പച്ചൻ പറഞ്ഞു, ഏശാവേ, നീയാണ് എൻ്റെ മൂത്ത മകൻ, നിനക്ക് അനുഗ്രഹം തരാൻ പോകുകയാണ്. അതുകൊണ്ട് നീ കാട്ടിറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് കൊണ്ടുതരുമ്പോൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അറിയാം. യാക്കോബ് അമ്മിയുടെ സഹായത്താൽ ആട്ടിറച്ചി കൊണ്ടുകൊടുത്തു. രോമമുള്ള കുപ്പായം ഇട്ട് അപ്പൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാനാണ് ഏശാവ്, തേണ്ടിത് അപ്പ കഴിച്ചാട്ടെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പനും പറഞ്ഞു, മോനെ, നിന്നെ തൊട്ടപ്പോൾ നീ ഏശാവാണ്, രോമമുള്ള ശരീരം, പക്ഷേ നിൻ്റെ ശബ്ദം അല്ലപ്പാ, ഞാനാണ് ഏശാവെന്ന് പറഞ്ഞ് അപ്പനെ കബളിപ്പിച്ച് ജ്യേഷ്ഠൻ്റെ അവകാശം പിടിച്ചു വാങ്ങി. ഇന്ന് ലോകത്തിൽ പലരും വലിയവരാകാൻ, സമ്പന്നരാകാൻ, കോടീശ്വരന്മാരാകാൻ ഇതുപോലെയുള്ള കുറുക്കു വഴികളും തെറ്റായ പാതകളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. യാക്കോബ് എല്ലാ അനുഗ്രഹവും അപ്പൻ്റെ കിട്ടി. ജ്യേഷ്ഠൻ പിന്നീട് കാട്ടിൽ പോയി ഇറച്ചിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ അപ്പനോട് പറഞ്ഞു, അപ്പാ തേണ്ടി ഞാൻ ഏശാവ് വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, എടാ നീയല്ലേ മുമ്പേ വന്നേ, ഞാൻ വന്നില്ല. എന്നാൽ ഇവിടെ
ഒരാൾ വന്നു, ഞാൻ അനുഗ്രഹം മുഴുവൻ കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഏശാവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അപ്പോൾ ഏശാവ് പറഞ്ഞു, തിരുമേനിപ്പം പറഞ്ഞല്ലോ, ഏശാവ് പുറത്ത് പറഞ്ഞില്ല, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ അവനെ കൊല്ലും. ഡെഡ് എൻഡാണ്, യാക്കോബിൻ്റെ ഡെഡ് എൻഡാണ് ആ വാക്കിലിരിക്കുന്നത്. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിന്നെ ഈ ഭൂമിയുടെ മുഖത്ത് ഞാൻ വെച്ചേക്കില്ല, നിന്നെ കൊല്ലുമെന്ന് അവൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഇത് അവൻ്റെ അമ്മ മനസ്സിലാക്കി. അമ്മ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, യാക്കോബേ, ജീവൻ വേണമെങ്കിൽ നിൻ്റെ ജ്യേഷ്ഠാവകാശവും പോകുകയാണ്, നിൻ്റെ സമ്പാദ്യവും പോകുകയാണ്, നീ നേടിയതെല്ലാം തകരാൻ പോകുകയാണ്, രക്ഷ വേണമെങ്കിൽ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓടിയ ഓട്ടത്തിൽ കിട്ടിയ ദർശനത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കണം. ഞാൻ 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ശ്രദ്ധയോടെ ഇരിക്കുക, പ്രാർത്ഥനയോടിരിക്കുക. തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഒന്നുകൂടെ പറയാം, തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ഈ കൊച്ചു ജീവിതം തകർത്ത് കളയരുത്. നെവർ ലീവ് ഫോർ ദ ഷാറ്ററിങ് ഡ്രീംസ്. തകരുന്ന പൊട്ടിത്തകരുന്ന സ്വപ്നങ്ങൾ ജീവിക്കരുത്. യാക്കോബിലേക്ക് വരട്ടെ. യാക്കോബിൻ്റെ സ്വപ്നം എന്താണെന്നറിയാമോ? എനിക്കെൻ്റെ ജ്യേഷ്ഠനേക്കാൾ വലിയവനാകണം. എൻ്റെ ജ്യേഷ്ഠൻ്റെ എല്ലാ റൈറ്റ്സ്, പ്രിവിലേജസ്, എല്ലാ അവകാശങ്ങളും എനിക്ക് വേണം. അപ്പൻ്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റണം, എനിക്ക് വലിയവനാകണം. ഈ ഒറ്റ ആഗ്രഹമാണ് യാക്കോബിനുണ്ടായിരുന്നത്. അതിനേത് കുതന്ത്രങ്ങളും ഏത് തെറ്റായ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് വലിയവനാകണമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ആദ്യം പായസം കൊടുത്തു, 2 കാട്ടിറച്ചിക്ക് പകരം ആട്ടിറച്ചി കൊടുത്ത് അപ്പനെ കബളിപ്പിച്ചു. അങ്ങനെ ജ്യേഷ്ഠനെയും അപ്പനെയും കബളിപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. ഈ യാക്കോബ് വിചാരിച്ചു, ഞാൻ വിജയിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുപോലെയൊക്കെ തെറ്റായ മാർഗങ്ങളിലൂടെ ദൈവത്തെ വിട്ട് പലതും അടിച്ചു മാറ്റി ജീവിതത്തിൽ വലിയവരാകാൻ സ്വപ്നം കാണുന്നവരും അതിനുവേണ്ടി ജീവിതം പാഴാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യാക്കോബിൻ്റെ ഈ സ്വപ്നങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണം. യാക്കോബിന് എന്ത് കിട്ടിയെന്നറിയാവോ? ഇഷ്ടംപോലെ വസ്ത്രം ലോക്കറി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ അടിച്ചു മാറ്റി ഒത്തിരി വീട്ടിൽ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് പലതുമുണ്ട്. പക്ഷേ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഉടുത്തിരുന്ന നിക്കറും ഉടുത്തിരുന്ന ഉടുപ്പും കയ്യിലൊരു വടി എടുത്തുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഓടേണ്ടി വന്നു. ഉടുതുണിയും കയ്യിലൊരു വടി. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിലൊരു വടിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാഗൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല, കാരണം ജ്യേഷ്ഠൻ വന്നാൽ ഇപ്പോൾ കൊല്ലും. അതുകൊണ്ട് കയ്യിൽ ഒരു വടിയും പിടിച്ചോണ്ട് ഒറ്റ ഓട്ടമാണ്. എന്താ തകരുന്ന സ്വപ്നമെന്നറിയാവോ? ഞാനും നിങ്ങളുമൊക്കെ വലിയവരാകാൻ, നമ്മൾക്കൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ, ജീവിതത്തിൽ എന്തൊക്കെയോ ആർജിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തെ വിട്ട് സഹോദരന്മാരെയൊക്കെ തകർത്ത് പാരകളൊക്കെ പണിത് വെച്ച് ഏത് കുതന്ത്രത്തിലൂടെയും വലിയവനാകാൻ ശ്രമിക്കുമ്പോൾ യാക്കോബ് പറയാണ്, ഞാൻ അങ്ങനെയുള്ള തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ഇതാ എനിക്കൊടുവിൽ ഉടുതുണിയും ഒരു വടിയും മാത്രം അവശേഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് യാക്കോബിന് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയാം. ഇന്നലെ രാത്രിയിൽ 2 മക്കളാണല്ലോ അപ്പോഴുള്ളത്. ഏശാവ് അപ്പൻ്റെ കൂടെ കിടക്കും, യാക്കോബ് അമ്മയുടെ കൂടെ കിടക്കും. ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അപ്പനുണ്ട്, പക്ഷെ കൂടെ അപ്പനില്ല. ഇനി ഒരിക്കലും അപ്പനെ കാണാൻ പോലും ഒക്കത്തില്ല. അമ്മയുണ്ട്, അമ്മയുടെ പുന്നാര പുത്രനാണ്, അമ്മയുടെ സ്പെഷ്യൽ ഡിഷസൊക്കെ കിട്ടുന്നവനാണ്. ഇനി അമ്മയെ കാണാനൊക്കത്തില്ല, അമ്മയുടെ ഒരു സ്നേഹവും കിട്ടാൻ പോകുന്നില്ല. സഹോദരൻ ഉണ്ടായിരുന്നു, ഇനി അവൻ്റെ മുഖത്ത് നോക്കാനൊക്കത്തില്ല, അവൻ്റെ കൺവെട്ടത്ത് പോകാനൊക്കത്തില്ല. എല്ലാം പോയി. അവനൊരു നല്ല വീട്ടിൽ കുറേ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി, അത് ജ്യേഷ്ഠനാണ് കൂടുതൽ കിട്ടുന്നത്, ഞാൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം, അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി കിട്ടേണ്ടത് പകുതി പോയിട്ട് 1/4 ഇഞ്ച് പോലും ഇനി അപ്പൻ്റെ വാങ്ങാനൊക്കത്തില്ല. എല്ലാം തകർന്ന് നശിച്ചു പോയി. നമുക്ക് യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ, നീ എന്താ സ്വപ്നം കണ്ടത്? യാക്കോബ് പറയും, എൻ്റെ അപ്പൻ്റെ മുഴുവൻ സ്വത്തും എനിക്ക് വേണം,
ഞാൻ ആരെ ചതിച്ചായാലും വെട്ടിപ്പിടിക്കണം. ഈ സ്വപ്നം കണ്ടവൻ അവസാനം അവശേഷിച്ചത് ഉടുതുണിയും ഒരു വടിയും മാത്രം. അദ്ദേഹം വീട് വിട്ടു പോയി. വഴി നീളെ പോകുമ്പോൾ ചിന്തിക്കുകയാണ്, അയ്യോ, വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ, ഡെഡ് എൻഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് പോയപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഞാൻ ആ ബൈബിളിലെ ആ വാക്യം ഞാൻ പല പ്രാവശ്യം തിരുമേനി പറഞ്ഞതുപോലെ വായിച്ചു, ധ്യാനിച്ചു, ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചു. എന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, എന്നും അസ്തമിക്കുന്നുണ്ട്. എന്താണ് ബൈബിളിൽ ഈ ഒരു വാക്യം എഴുതി വെച്ചത് ഞാൻ ചിന്തിച്ചു. നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കില്ലെന്നാണ്, ഇരുട്ടൊരിക്കലും നമ്മുടെ വീട്ടിൽ കയറില്ലെന്നാണ്, നമ്മൾ ഒരിക്കലും തകരില്ലെന്നാണ്. അച്ഛാ, ഞങ്ങളിവിടെ വന്നിട്ട് 70 വർഷമായച്ചാ, 50 വർഷമായച്ചാ, വെട്ടിപ്പിടിച്ചച്ചാ, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സ്വത്തുണ്ടച്ചാ, ഇഷ്ടംപോലെ ബാങ്കിലുണ്ടച്ചാ, ഇതെല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിൻ്റെ തലയ്ക്ക് മുകളിൽ ഉദിച്ചിരിക്കുന്ന, നിൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ ഉദിച്ചിരിക്കുന്ന, പ്രകാശം പരത്തുന്ന, ഐശ്വര്യം തരുന്ന നിൻ്റെ സൂര്യനുണ്ടല്ലോ, അസ്തമിക്കാതെ നീ സൂക്ഷിക്കണം. ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അതുവരെയും കുഴപ്പമില്ല, ഒറ്റയ്ക്കാണെങ്കിലും വെളിച്ചമുണ്ടായിരുന്നു. പോയി സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്ത് സംഭവിക്കാമോ? ഇരുട്ട് വന്നു. യൂദായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാമല്ലോ. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പോയപ്പോൾ അവൻ ആ രാത്രിയിൽ ഇരുട്ടിലേക്കാണ് പോയത്. ഇവിടെ യാക്കോബ് അന്ധകാരത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ? ഇനി മുമ്പോട്ട് പോകാൻ വയ്യ. വന്യമൃഗങ്ങൾ അവിടെയുണ്ട്, പല മരണശക്തികളുണ്ട്, വിഷപ്പാമ്പുകളൊക്കെ ഉണ്ട്. അമ്മയടുത്തില്ല. എന്നും അമ്മ മോനെ സ്നേഹം കൊണ്ട് തലോടുമായിരുന്നു, അപ്പൻ്റെ വാത്സല്യം കിട്ടുമായിരുന്നു, ജ്യേഷ്ഠൻ്റെ സൗഹൃദം കിട്ടുമായിരുന്നു. ആരുമില്ല, ഒന്നുമില്ല. ഒറ്റയ്ക്ക് ഉടുതുണിയുമായി അവിടെ കിടക്കുകയാണ്. എവിടെ കിടക്കാനാ? കട്ടിലില്ല, മെത്തയില്ല, പായില്ല, തലയിണയില്ല. പ്രിയ ദൈവമക്കളെ, തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം പാഴാക്കരുത്. പാഴാക്കിയപ്പോൾ ഒന്നുമില്ലാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു, അന്ന് വൈകിട്ട് അത്താഴമില്ല, ആര് കൊടുക്കാനാണ്, എവിടെ കിട്ടാനാണ്? ഒന്നുമില്ല. അപ്പോൾ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലേണിയായിട്ട് വെച്ചു. അതാണ് പില്ലോ. അതും ബൈബിളിൽ ഇതിൻ്റെ കാര്യമില്ലല്ലോ. എൻ്റെ നോട്ടത്തിൽ കല്ല് തലേണിയായി വെച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അറിഞ്ഞുകൊണ്ട് എഴുതിയതാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന മനുഷ്യ, തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ ഓടുന്ന മനുഷ്യ. തിരുമേനി ഇപ്പോൾ പറഞ്ഞതുപോലെ വേദപുസ്തകം വായിക്കാനും ധ്യാനിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും പള്ളി ആരാധനയ്ക്കും നേരമില്ലാതെ ഓടുന്ന മനുഷ്യ, ദൈവത്തെ കോണിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന മനുഷ്യ, നിൻ്റെ ചില ഉറക്കങ്ങളുണ്ടല്ലോ, കല്ല് പോലുള്ള തലയിണിലെ ഉറക്കമായിട്ട് മാറും. എന്നോട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു അങ്കിൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ആദ്യമേ ഒരു ഉറക്കഗുളിയുടെ പകുതി കഴിച്ചു, ഉറക്കം വന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞു, 1 കഴിച്ചിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ 2 കഴിക്കാൻ പറഞ്ഞു, 2 കഴിച്ചിട്ട് ഉറക്കം വരത്തില്ല. പൊടിയിൽ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും ഏൽക്കുന്നില്ലല്ലോ. 6 എണ്ണം വരെ കഴിച്ചിട്ടും, വലിയ ഡോസ് കൂടിയതല്ല, മൈൽഡ് ഡോസാണ്. 6 എണ്ണം കഴിച്ചിട്ട് വച്ചാൽ ഞാൻ ജീവനോടെ ഉണ്ട്, എനിക്ക് ഉറക്കമില്ലെന്ന് പറയും. ദൈവമക്കളെ, ഉറക്കമില്ലാത്ത കിനാവുകളുടെ രാത്രിയായിരിക്കും തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കൂടാതെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം. കല്ല് തലേണിയായി വെച്ചു, അവിടെ കിടന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഭാഷയിൽ ഇങ്ങനെയൊരു പാട്ട് പാടി. അദ്ദേഹം പാടിയതാണ്, ഈകത്തിൽ ഒന്നുമില്ലായേ നേടിയാതെല്ലാം മിഥ്യയേ, ഈകത്തിൽ ഒന്നുമില്ലായേ ലാമിഥ്യയേ, പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. യാക്കോബ് പാടിയൊരു പാട്ടാണ്. ഞാൻ ഈ പാട്ട് ചിലപ്പോഴൊക്കെ പാടും. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, യാക്കോബ് പറഞ്ഞതാണ്, ദൈവത്തെ മാറ്റി നിർത്തി
കുറുക്ക് വഴികളിലൂടെ, കപടപാതകളിലൂടെ അബദ്ധസഞ്ചാരം ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നേടിയത് ഒന്നുമില്ല. നേടിയതെല്ലാം മിഥ്യയെന്ന് പറഞ്ഞാൽ മായയാണ്, ഒന്നുമില്ല, മിഥ്യയാണ്. ഞാൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയാണ്. ഇവിടെ എന്നും ഞാൻ അന്യനാണ്. എൻ്റെ കണ്ണുനീർ എന്ന് മാറും, എൻ്റെ ദുഃഖം എന്ന് തീരും. കഷ്ടപ്പാടും കാലെങ്കിൽ ദൈവമേ എനിക്കാരുമില്ല. യാക്കോബാണ് ഈ പാട്ട് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ദൈവം അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇഹത്തിൽ എനിക്കൊന്നുമില്ല. ജ്യേഷ്ഠനെ കബളിപ്പിച്ച് അപ്പൻ്റെ അനുഗ്രഹം മുഴുവൻ വാങ്ങി വിജയക്കൊടി പാറിച്ചവനാണ്, പായസം കൊടുത്ത് വിജയക്കൊടി പാറിച്ചവനാണ്. ഇനിയും പലതും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവനാണ്. ഇപ്പം പറയാണ് എനിക്ക് ഇഹത്തിലൊന്നുമില്ല. പഴയ നിയമത്തിലെ മറ്റൊരു കഥാപാത്രം നവോമി അമ്മച്ചി. നവോമി അമ്മച്ചിയോട് ചോദിച്ചാൽ അറിയാം. നവോമി ഇമേലേക്കും ബേദലഹേമിൽ പട്ടിണി വന്നപ്പോൾ, തിയോളജിക്കലായിട്ട് പറയട്ടെ, ഒരു ദേവാലയം പോലും ഇല്ലാത്ത, ദൈവത്തെ ഒട്ടും ആരാധിക്കാത്ത ഒരു നാട്ടിൽ പോയി വലിയവരാകാൻ കൊതിച്ചു. ഞാൻ ആ പറഞ്ഞതൊന്ന് വിശദീകരിക്കട്ടെ. ദൈവമില്ല, ദേവാലയമില്ല. ഈ 70 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്നപ്പോൾ, ഇവിടെ ഞാനും കുടിയേറ്റ പ്രദേശത്താണ് ആദ്യം അച്ഛനായിട്ട് പോയത്, ഇവിടെ അല്ലെന്നേ ഉള്ളൂ. അന്നൊക്കെ അവർ ഏറുമാടങ്ങളിൽ താമസിച്ചപ്പോഴും കൊതിച്ചിരുന്ന നല്ലൊരു വീടല്ല. ഞങ്ങൾക്ക് എന്നിവിടെ ഒരു പള്ളി, എന്നിവിടെ ഒരു അച്ഛൻ, എന്നിവിടെ ഒരു കുർബാന ഞങ്ങൾക്ക് കാണാനും കിട്ടാനും കഴിയുമെന്ന് ചിന്തിച്ചവരാണ് ആദ്യം ഈ മലബാറിൽ കുടിയേറി പാർത്തവരും ഞാൻ പോയ സ്ഥലത്ത് പാർത്തവരും. ഇപ്പം എന്തേണ്ട വലിയവരാകാൻ വേണ്ടി ഏലിമേലേക്ക് നവോമി മക്കളെയും പിടിച്ചുകൊണ്ട് ഒരു ദേവാലയം പോലുമില്ല മോവാബിൽ. അവിടെ ദൈവിക വിഷയങ്ങളൊന്നുമില്ലാത്ത നാട്ടിൽ പോകാൻ, എന്തിനാ? വലിയവരാകാൻ. ഇന്ന് നമ്മിൽ പലരും പള്ളി പോകുന്നത് ഇന്ന് ഒരു മടുപ്പാണ്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത് മടുപ്പാണ്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമില്ല അച്ഛാ, ഇതൊന്നും വേണ്ട, കൺവെൻഷനൊന്നും വരുന്നില്ല, വീട്ടിലിരുന്ന് കണ്ടോളാമെന്നൊക്കെ പറയുന്നു. പ്രിയപ്പെട്ട നോക്കുക, അത് കഴിഞ്ഞപ്പോൾ നവോമി അമ്മച്ചി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിറഞ്ഞവളായിട്ട് പോയി, ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞവളായിട്ട് വന്നു. നിങ്ങളാരും എന്നെ ഇനി നവോമി എന്ന് വിളിക്കരുത്. നവോമി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നവൾ, സന്തോഷിക്കുന്നവൾ എന്നാണ്. എനിക്കൊരു ചിരിയുമില്ല, എനിക്കൊരു സന്തോഷമില്ല. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിറഞ്ഞവരായിട്ട് ഇന്ന് വന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തെ വിട്ട് അബദ്ധസഞ്ചാരത്തിലൂടെ, തെറ്റായ പാപ വഴികളിലൂടെ വലിയവരാകാനും വലിയത് ആർജിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ നവോമി അമ്മച്ചി പറഞ്ഞത് ഓർക്കണം. ഞാൻ നിറഞ്ഞവളായിട്ട് ചുങ്കത്തറയിൽ ഈ മലബാർ ഭദ്രാസനത്തിൽ ആയിരുന്നു. പക്ഷേ ഒടുവിൽ പറയരുത് ഞാൻ ഒഴിഞ്ഞവളായിട്ട് പോയി. നിങ്ങളിനി എന്നെ മാറാന്ന് വിളിച്ചാൽ മതി. എൻ്റെ വളരെ സമീപത്ത് വളരെ ധനാഢ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. പേരും നാടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അത് എനിക്ക് നന്നായിട്ട് അടുത്തറിയാം. അതിന് പല പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. സ്വത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. പള്ളിയിലൊക്കെ വളരെ മുമ്പിൽ തന്നെയായിരുന്നു. പക്ഷേ എല്ലാം നേടി ആർജിക്കാനുള്ളതെല്ലാം ആർജിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, എനിക്കിനി ജീവിക്കണ്ട. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കോടികളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ആരുമാകട്ടെ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എന്താ ചെയ്തെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു തെറ്റായ മാർഗത്തിലൂടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള യാത്രയിൽ പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ജീവിക്കണ്ട എന്ന് തോന്നും, ആത്മഹത്യ, ഒളിച്ചോടാൻ തോന്നും. ഇനിയും മലബാറി വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോകുന്നു, പ്രശ്നം പുറകെ വരും. അതൊന്നുമല്ല പരിഹാരം. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ പോയിൻ്റ് ഇതാണ്, തകരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം നഷ്ടമാക്കരുത്. രണ്ടാമത്തെ എൻ്റെ വിഷയം ഇതാണ്, തകരാത്ത സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം, ദൈവിക സ്വപ്നങ്ങൾ കാണുന്നവരാകണം. യാക്കോബ് അവിടെ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, ഉറങ്ങിയില്ല, ഉറങ്ങി ശരിയായില്ല, എന്നാൽ മയങ്ങി. നമ്മൾ സ്വപ്നം കാണുന്ന ഉറങ്ങുമ്പോഴല്ല. ഉറങ്ങിയാൽ ആർക്കും ഒരു സ്വപ്നവും കാണാനൊക്കത്തില്ല. ഉറങ്ങുമ്പോൾ ആരും സ്വപ്നം കാണത്തില്ല. ഉറങ്ങാതെ മയക്കത്തിൽ കിടക്കുമ്പോഴാണ് സ്വപ്നം. നമുക്ക് 3 മൈൻഡുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളെല്ലാവരും ആ മൈൻഡിലാണ് പിടിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നു, ഞാനും കോൺഷ്യസ് ആയിട്ട് പറയുന്നു.
രണ്ടാമത്തെ മൈൻഡിൻ്റെ പേരാണ് അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ മയങ്ങി വീഴുമ്പോൾ, ഉറങ്ങിക്കിടക്കുമ്പോൾ അൺകോൺഷ്യസ് ആണ്, ഉറക്കത്തിൽ അൺകോൺഷ്യസ് ആണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു മയങ്ങിക്കിടക്കും, ഉറങ്ങുന്നുമില്ല ഉണന്നുമല്ല ഇരിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന മൈൻഡിൻ്റെ പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സ്വപ്നം കാണുന്ന അവിടെയാണ്. യാക്കോബിന് അമ്മയും പോയി, അപ്പനും പോയി, സ്വത്തും പോയി, എല്ലാം പോയി, ഇകത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചപ്പോൾ, ഉറക്കം വന്നില്ല, മയങ്ങിക്കിടന്നപ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം. ഈ സ്വപ്നം കാണാൻ എനിക്ക് നിങ്ങൾക്ക് കാണണം. ദൈവിക ദർശനത്തിൻ്റെ സ്വപ്നമാണ്. യാക്കോബ് അങ്ങനെ കിടക്കുമ്പോൾ, പേടിച്ച് കിടക്കുകയാണ്. പേടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാലും, നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവായിരുന്നാലും നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. യാക്കോബ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു നീണ്ട സ്വപ്നമാണ്. അതിന് 3-4 പിരിവുകളുണ്ട്. ഓരോന്ന് പറയാം. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വപ്നം 1. യാക്കോബ് ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവത്തെയാണ് സ്വപ്നം കണ്ടത്. പിടിക്കുന്ന ആരെങ്കിലും സ്വപ്നം ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഉത്തരം എനിക്ക് കേൾക്കണ്ട, കാരണം ദൂരെയല്ലേ. സ്വപ്നത്തിൽ ദൈവത്തെ, നമ്മളെല്ലാം ആകാശത്തൂടെ പറക്കുന്നതും ഇവിടെ നിന്ന് വെസ്റ്റേൺ കൺട്രീസിൽ പോകുന്നതും മക്കളുടെ കൂടെ പറന്നു പോകുന്നതൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടായിരിക്കാം. യാക്കോബ് അവിടെ കണ്ടപ്പോൾ ഒന്നാമത് കണ്ട സ്വപ്നം ദൈവത്തെയാണ് സ്വപ്നം കണ്ടത്. ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നു, തകരാത്ത സ്വപ്നം ദൈവത്തെ സ്വപ്നം കാണുന്നതാണ്. അവിടെ നമുക്ക് നോക്കാം. അവിടെ കിടക്കുമ്പോൾ ഓർക്കണം, എല്ലാം തകർന്നു പോയി, എനിക്കിനി ഒരു ഭാവിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കിടക്കുമ്പോൾ യാക്കോബിൻ്റെ അടുത്ത് ഒരു ശബ്ദം ഇതാണ്: ഞാൻ നിൻ്റെ പിതാവായ ഇസാക്കിൻ്റെയും നിൻ്റെ വല്യപ്പനായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ദൈവമാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ സ്വപ്നം കാണാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. തകരുന്ന സ്വപ്നമല്ല, തകരാത്ത സ്വപ്നം ഇതാണ്: ഞാൻ നിൻ്റെ അപ്പൻ്റെയും നിൻ്റെ വല്യപ്പൻ്റെയും ദൈവമാണ്. മോനെ, നിൻ്റെ അപ്പൻ നിന്നെ മറന്നാലും, നിൻ്റെ പെറ്റ തള്ള നിന്നെ മറന്നാലും, നിൻ്റെ കൂട്ടുകാർ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കാരണം ഞാൻ നിൻ്റെ അപ്പനോടും വല്യപ്പനോടും ഉടമ്പടി ചെയ്ത ദൈവമാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മോനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ സ്വപ്നം കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്നിവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും നിരാശയോടോ ദുഃഖത്തോടോ വന്നിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന് പറയാനൊരു കാര്യം: സീ ദ ഡ്രീം ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ദൈവത്തെ സ്വപ്നം കാണാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. എന്താ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? യാക്കോബ് പറയാണ് എല്ലാം പോയി. ഇപ്പോൾ പറയാണ്, ഞാൻ ആദ്യം നിൻ്റെ വല്യപ്പൻ്റെ ദൈവമാണ്. എന്താ വല്യപ്പൻ്റെ ദൈവം? നമുക്ക് നോക്കാം. ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമാക്കി. അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ വലിയ ജാതിയാവുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ അപ്പനോട് പറഞ്ഞു, അപ്പാ, ദൈവം പറയാണ്, നിൻ്റെ കണ്ണുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്ന നക്ഷത്രങ്ങൾ അതുപോലെ മക്കളെ തരും, താഴെ മണലെണ്ണി നോക്കുക അതുപോലെ മക്കളെ തരും. പക്ഷേ 99 വയസ്സായിട്ടും ആ വാഗ്ദത്തം നിറവേറിയില്ല. എന്നാൽ 99ൻ്റെ നിറവിൽ കയറിയപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം നിറവേറി. 3 ദൈവപുരുഷന്മാർ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്ക് ചെന്നു. നമുക്കറിയാം, ആ ഭാഗം അറിയാം. അപ്പോൾ അവർ വന്നിട്ട് പോയപ്പോൾ പറഞ്ഞു, അടുത്ത കൊല്ലമുണ്ടെങ്കിൽ ഉണ്ട്, ഉറപ്പാണ്, നിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. ഇത് പറഞ്ഞപ്പോൾ അബ്രഹാമും ഞെട്ടി, സാറായും ഞെട്ടി. അപ്പോൾ സാറാ ചിരിച്ചു നണിഞ്ഞു വെച്ചിരിക്കും. കാരണം ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നാണ് ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ആശകളെല്ലാം അറ്റുപോയപ്പോൾ, സാധ്യതകളെല്ലാം വറ്റിപ്പോയപ്പോൾ നിൻ്റെ വല്യപ്പന്, നിൻ്റെ അപ്പനെ കൊടുത്ത ദൈവമാണ് ഞാൻ. സീ ദാറ്റ് ഡ്രീം ഇൻ യുവർ ലൈഫ്. നീ ഇന്നിവിടെ കിടക്കുന്നത്, നീ വലിയ മെടുക്കനായിട്ട് ചാടി നടന്നത്, നിൻ്റെ ചേട്ടൻ്റെയും അപ്പൻ്റെയും കുതികാല് വെട്ടിയത്, എടാ മോനെ, നിൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടാണ്. അങ്ങനെ നിൻ്റെ വല്യപ്പന് 100-ാം വയസ്സിൽ കിട്ടിയതാണ് നിൻ്റെ അപ്പൻ. നിനക്കറിയാവോ? വന്ന വഴി നീ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പൻ എങ്ങനെയാണെന്നറിയാവോ? അങ്ങനെ ദൈവം തന്ന മകനെ അപ്പൻ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിൻ്റെ അപ്പൻ വല്യപ്പനോട് പറഞ്ഞു, നിൻ്റെ അപ്പനെ കൊണ്ടുപോയി മോറിയാദേശത്തെ മലയെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞു. നിൻ്റെ അപ്പൻ്റെ കൈയും കാലും കെട്ടി ബലിപീഠത്തിലേക്ക് കൊണ്ട് നിൻ്റെ വല്യപ്പൻ കിടത്തിയിട്ട് നിൻ്റെ അപ്പനെ വെട്ടാൻ ഇങ്ങനെ വാളെടുത്തപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിൻ്റെ
വല്യപ്പനോട് പറഞ്ഞു, ഇതെൻ്റെ മോനാണ്, നിൻ്റെ ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. അന്ന് നിൻ്റെ അപ്പനെ വല്യപ്പൻ വെട്ടിയിരുന്നെങ്കിൽ നീ ഇന്നിവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. നീ വന്ന വഴി മറക്കരുത്. നിനക്കൊരപ്പനെയും നിനക്കൊരു വല്യപ്പനെയും നിനക്കൊരു ജന്മവും ഈ അനുഗ്രഹവും തന്ന ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. നീ ഈ സ്വപ്നം കാണണം. മലബാറിൽ കുടിയേറിയവരെ, ഇവിടെ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശാന്തമായിട്ടൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ അപ്പന്മാരെയും അമ്മമാരെയും വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഇവിടെ നടത്തിയ ദൈവത്തെ നിങ്ങൾക്കറിയാമോ എന്ന് ദൈവം ചോദിക്കുകയാണ്, എന്നോടും ചോദിക്കുകയാണ്. ഡു യു നോ ദ ഗോഡ് ഓഫ് യുവർ ഫോർഫാദേഴ്സ് ആൻഡ് ഫോർമദേഴ്സ്? അറിയാവോ? അവരെങ്ങനെയാണ് നടന്നതെന്നറിയാവോ? എനിക്ക് മലബാറിലെ ചരിത്രം പറയാൻ, ഞാനിവിടെ ഒരു പള്ളിയിലും എന്നെ ഇരുത്തിയിട്ടില്ല, വലുതാരെങ്കിലും വന്നിരുന്നേനെ ഇരുന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയാം. എൻ്റെയൊക്കെ നാട്ടിൽ, ഞങ്ങളുടെയൊക്കെ ആ മേഖലയിൽ, അവിടെ നിന്നാണല്ലോ, ഇവിടെ എല്ലാവരും വന്ന് അവിടെ നിന്നാണല്ലോ. നമ്മുടെയൊക്കെ നാടുകളിൽ 100 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് രാവിലെ എല്ലാ വീട്ടിൽ നിന്നും കൊട്ടയ്ക്കകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ചന്തയെ കൊണ്ടുപോകും. കപ്പയോ പിന്നെ മറ്റ് കൃഷി സാധനങ്ങളോ റബ്ബറോ റബ്ബർ ഷീറ്റോ എന്തെങ്കിലുമായിട്ട് രാവിലെ പോകും. ഇവർ രാവിലെ 5 മണിക്ക് ഇതുമായിട്ട് ചന്തയിൽ പോകണം. അന്ന് ചോറ് വെക്കണമെങ്കിൽ അരി വാങ്ങിക്കാൻ. ഇങ്ങനെ അവർ പോകും മുമ്പ് 5 മണിക്ക് മുമ്പ് നമ്മുടെ അമ്മയപ്പന്മാർ എഴുന്നേറ്റ് മക്കളെയും എല്ലാം കൂട്ടി നിലത്തിരുത്തി പാട്ടുപാടി പ്രാർത്ഥിച്ചാണ് അതിനുശേഷമേ കൊട്ടയെടുക്കത്തുള്ളൂ, ചന്തയ്ക്ക് പോകത്തുള്ളൂ. ഇങ്ങനെ കൊട്ടയിൽ സാധനവുമായിട്ട് പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കേൾക്കാം, മനമേ പക്ഷി ഗണങ്ങൾ അതിരാവിലെ തിരുസന്നിധി. ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ നമ്മുടെ നാട്ടിൽ മുഴങ്ങിക്കേൾക്കുമായിരുന്നു. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം എന്നറിയാമോ? അവർക്ക് പറയാൻ ഇതേ ഉള്ളൂ, ദൈവമേ ഞങ്ങളുടെ അടുപ്പിൽ ഇന്ന് തീ കത്തണമെങ്കിൽ ഞാൻ ഈ കൊണ്ടുപോകുന്ന സാധനം അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും വാങ്ങിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് കോഴിയെ, ആടിനെ, പശുക്കളെയൊക്കെ ചന്തയെ കൊണ്ട് വിൽക്കാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം പോകുമ്പോൾ കണ്ണ് നിറഞ്ഞ് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ ആരും കബളിപ്പിക്കരുത്, ഇല്ലെങ്കിൽ ഇന്ന് അടുപ്പിൽ തീ കത്തത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യാമെന്നറിയാമോ? ദൈവത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. അന്ന് രാത്രി കിടന്നുറങ്ങാൻ വരും മുമ്പ് ഈ അമ്മയപ്പന്മാർ ഇതുപോലെ ചെയ്തിട്ടേ ഉറങ്ങത്തുള്ളായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, നല്ല കുടിലുകളൊക്കെ മാറി നല്ല കൊട്ടാരങ്ങൾ വന്നപ്പോൾ ഇന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ നിനക്കറിയാമോ? നിൻ്റെ അമ്മയുടെ ദൈവത്തെ നിനക്കറിയാമോ? നിൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ദൈവത്തെ അറിയാമോ? ഞാൻ അവരെ എങ്ങനെ നടത്തിയെന്ന് നിനക്കറിയാമോ? ഇതോർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ മക്കൾ കൂടാരപ്പെരുന്നാളും പെസഹാ പെരുന്നാളും ആചരിച്ചിരുന്നത്. കൂടാരപ്പെരുന്നാൾ വരുമ്പോൾ ഏത് കൊട്ടാരത്തിൽ കിടക്കുന്ന യഹൂദനും അവൻ ഒരു കൂടാരമടിച്ച് അതിൽ പോയി കിടക്കും. കാരണം ഞങ്ങളുടെ അപ്പന്മാർ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് കൊട്ടാരമില്ലായിരുന്നു, വീടില്ലായിരുന്നു, കൂടാരമടിച്ച് ജീവിച്ചവരാണ്. അബ്രഹാം കൂടാരമടിച്ച ആളാണ്, ഇസാക്ക് അതടിച്ച ആളാണ്. ആ അപ്പൻ്റെ മക്കൾ ഇന്നും പറയും, ഞങ്ങളറിയും ഞങ്ങളുടെ അമ്മയപ്പന്മാർ 40 വർഷം മരുഭൂമി കൂടി യാത്ര ചെയ്തവരാണ്. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം ചെങ്കടൽ 2ആയിട്ട് മുറിച്ചു കൊടുത്തു. മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും തന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവത്തെ. ഇവിടെ വന്നിരിക്കുന്ന മാർത്തോമാക്കാരി, ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു തിരുമേനിമാരില്ലാതെ ഈ സഭ ദൈവത്തിൻ്റെ മുമ്പിൽ അയ്യോ ദൈവമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച അച്ഛന്മാരും വികാരിച്ചന്മാരും ഉള്ള സഭയുടെ മക്കളാണ് നമ്മൾ. ഇന്ന് നമുക്കെന്താണ്? എല്ലാത്തിനും പരാതിയാണ്, എല്ലാത്തിനും പ്രശ്നങ്ങളാണ്. ഇന്ന് രാത്രി ദൈവം ചോദിക്കുക, ഈ മാർത്തോമാ സഭയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ നിലയിൽ എത്തിച്ച ദൈവത്തെ അറിയാവോ? ചുങ്കത്തറയിൽ ഒരു കോളേജ് തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ ഈശോമാർ തീമോത്തി സിനിമേനിയൊക്കെ ജർമ്മനിയിൽ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്കൂളുണ്ടായത് എന്നാണ്? ഇവിടെ ആദ്യ തലമുറ വന്നപ്പോൾ ഇവിടെ സ്കൂളില്ലായിരുന്നു, കോളേജില്ലായിരുന്നു. ഇവിടെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ ഇന്ന് ഡിഗ്രി ഹോൾഡേഴ്സും വലിയ IT പ്രൊഫഷണൽസും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആയിത്തീരുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ മോനെ, എൻ്റെ മോളെ, നിന്നെ ഈ നിലയിലെത്തിച്ച നിൻ്റെ ദൈവത്തെ നിനക്കറിയാവോ? നീ സ്വപ്നം കാണണം, മറന്നു പോകരുത്. ഒന്നാമത്തെ സ്വപ്നം അത്. 2, ദൈവത്തിൻ്റെ പരിപാലനയുടെ സ്വപ്നമാണ് കണ്ടത്. യാക്കോബ് പറയാണ്, എനിക്കാരുമില്ല, എൻ്റെ അപ്പനും പോയി, അമ്മയും പോയി, എല്ലാവരും പോയി, എനിക്കാരുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരിവിടെ ഉണ്ടാവും. മക്കളെല്ലാം പോയച്ചാൽ ദൂരെ പോയി.
ഞാൻ ഒറ്റയ്ക്ക് പറയുന്നൊരു കാണും. ഇല്ലേ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയുള്ള ആരും കൂട്ടിനില്ലച്ച, ആരും സഹായമില്ലച്ച, വീട്ടിൽ സഹായിക്കാൻ പോലും ആയിരുന്നില്ല ഇരിക്കുന്നത് കാണും. യാക്കോബ് അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നിൻ്റെ മുമ്പിൽ കൂടെ തേണ്ട ദൂതന്മാർ ഏണിയെ കൂടെ മുകളിലോട്ടും കയറുന്നു, താഴോട്ടും ഇറങ്ങുന്നു. നീ പറയാണ് നിൻ്റെ കൂടെ ആരുമില്ലെന്ന്. നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവമായി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് മോനെ. എടാ, നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്നെ കൈകളിൽ ഇങ്ങനെ പൊക്കിയെടുക്കാൻ എത്ര മാലാഖമാരെയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. നിൻ്റെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. ദൈവം ഇവിടെ വെളിപ്പെടുത്തി. ഇതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം വാക്യം പോലും വന്നത്. ആരും താങ്ങാനില്ലാതിരുന്നപ്പോൾ, ആരും സഹായിക്കാനിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ പറയാണ്, നീ ഏണിയിലോട്ട് നോക്ക്, എത്ര ദൂതന്മാരാണ് കയറുക ഇറങ്ങുകയും ചെയ്യുന്നത്. ദൈവമക്കളെ, എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും ഞങ്ങളെ ഇഷ്ടമില്ല, ഇവിടുത്തെ ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനൊന്നും പറയരുത്. എന്നെ നിങ്ങളെയും പരിപാലിക്കാൻ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഈ കാലങ്ങളിലുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ അതിജീവിച്ചത് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഞാൻ അന്ന് ചെന്നൈയിലായിരുന്നു, ചെട്ട്പട്ട് പള്ളിയിലായിരുന്നു. എൻ്റെ പള്ളിയിൽ 300 പേർക്ക് കോവിഡ് വന്നു. 300 പേർക്ക് വന്നു. അയ്യോ, വന്നവരൊക്കെ വിങ്ങിപ്പൊട്ടിക്കരയും, അച്ഛോ ഞാൻ മരിച്ചു പോകുമോ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ ഇടമില്ലാത്തൊരു കാലം. ഞാനിവിടെ ഇരിക്കുന്ന കഴിഞ്ഞ 2 കൊല്ലം ഈ കൺവെൻഷൻ ഇവിടെ നടന്നില്ല. നടക്കാതിരുന്നതിൻ്റെ കാരണം അടുത്തു വരാനൊക്കത്തില്ല, മുഖം മൂടി വെക്കണമായിരുന്നു. ഇപ്പോഴും വേണമെന്നാണ് പറയുന്നത്. നമുക്ക് ഡിസ്റ്റൻസിങ് വേണമായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കത്തില്ല, പോലീസ് പിടിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് അനേകർ ഈ ജീവിതത്തിൽ പോയപ്പോഴും ഇന്ന് നമ്മൾ ഇവിടെ മെടുമെടുക്കന്മാരായും വെടിമെടുക്കൻ മരിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിൻ്റെ മെടുക്ക് കൊണ്ടല്ല കുഞ്ഞേ നീ ഇന്ന് ജീവനോടിരിക്കുക. ഞാനുമല്ല, മരുന്ന് ആവശ്യമാണ്. മരുന്നിൻ്റെ ശക്തി ഉള്ളവരിനും ഈ ലോകം വിട്ടു പോയല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാണ്, എനിക്കാരുമില്ല, എൻ്റെ ആശകൾ അറ്റുപോയെന്ന് പറയാണ്. ദൈവം പറയാണ്, മോനെ മോളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ പരിപാലിക്കാൻ എൻ്റെ മാലാഖമാർ. മാലാഖമാർ അർത്ഥം എന്താണെന്നറിയാവോ? ഏത് നീഡിലും ഏത് ആവശ്യത്തിലും ദൈവത്തിൻ്റെ വലങ്കൈ നമ്മുടെ കൂടെയുണ്ട്. ഒരു സംശയവും വേണ്ട. ഈ ദൈവത്തെ അറിയാവോ? ഈ സ്വപ്നം കാണണം. മൂന്നാമതായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ നീ പറയാണ്, ഇനി ഞാൻ എവിടെയാണ് പോകുന്നത് ദൈവമേ? എൻ്റെ വീട്ടിൽ പോകാൻ എനിക്കൊക്കത്തില്ല, ചെന്നാൽ എന്നെ കൊല്ലും. ഇവിടെ ആരും എനിക്ക് കൂട്ടില്ല, പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ദൈവമേ. എനിക്കറിയില്ല ഞാൻ എവിടെ പോകുമെന്ന്, എവിടെ ചെല്ലുമെന്നറിയത്തില്ല, ഒന്നും അറിയില്ല. കോവിഡ് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ദൈവം പറയാണ്, നീ നോക്ക, നീ മുകളിലോട്ട് നോക്ക്, നീ താഴോട്ട് നോക്കാതെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാ നിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ. എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ തകർന്നു പോയി, എനിക്കിനി ഒരു ഫ്യൂച്ചറില്ല, എൻ്റെ എല്ലാ വാതിൽ വടഞ്ഞു പോയെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ കണ്ണുനീര് വീഴുന്ന നിൻ്റെ പാദപീഠത്തിൻ്റെ മുമ്പിൽ ദൈവം പറയാണ്, നീ നോക്ക്, ഒരു കോവേണി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അറ്റം എവിടെയാണെന്നറിയാമോ? സ്വർഗത്തിലാണ്. സ്വർഗം വരെ എത്തുന്ന ഒരു കോവേണി ദൈവം സ്വർഗത്തിൽ നിറക്കി യാക്കോബിന് കൊടുത്തു. ഈ സ്വപ്നം കാണാൻ കഴിയണം. ഇങ്ങനെയൊരു ഏണി എവിടെ കിട്ടും പ്രിയപ്പെട്ടു? സ്വർഗം, അതിൻ്റെ അറ്റം സ്വർഗം വരെ എത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ സ്വപ്നം കാണാൻ കഴിയണം. നമ്മളിവിടെ ചുങ്കത്തറയിലെ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ UK-യിലോ ജർമ്മനിയിലോ ഗൾഫിലോ ഒക്കെ പോകുന്ന സ്വപ്നം കണ്ടിരിക്കുക. ദൈവം യാക്കോബ് പറയാണ്, എടാ നീ സ്വപ്നം കാണുക, നിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഏണിയുണ്ട്. ഈ ലാഡറിൻ്റെ ഓരോ പടി കയറുന്ന ദൂതന്മാരുണ്ടല്ലോ, അത് സ്വർഗം വരെ എത്തുന്ന ഏണിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരുത്തടെയും മനസ്സിൽ തോന്നിയിട്ടില്ലാത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഒരു പദ്ധതി, ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത് കാണാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഈ വഴി കാണാൻ കഴിയണം, ഈ ഒരു ഏണി കാണാൻ കഴിയണം. ദൈവം എത്രയോ പ്രാവശ്യം ഈ നമ്മുടെ മലബാർ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ഓരോ പള്ളിയുടെ മുമ്പിലും ഓരോ വീടിൻ്റെ മുമ്പിലും ഓരോ വ്യക്തിയുടെ മുമ്പിലും ഈ ഏണിയും കൊണ്ട് വന്നപ്പം നമ്മളിത് കാണത്തില്ല. നമ്മൾ നോക്കുന്നത് വേറെ വഴി അനുഗ്രഹം വരുന്നതാണ്. അയ്യോ, നമ്മുടെ മാർത്തോമാ സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടിപ്പോകണം, അല്ലെങ്കിൽ ഇവിടുത്തെ കോളേജിൽ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.
കിട്ടണം, എനിക്കെന്നൊന്നും എതിരില്ല. ഞാൻ എന്നാൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ വിങ്ങി പൊട്ടി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തിൽ ആർക്കും നിനക്ക് സമ്മാനിക്കാനാവാത്ത ഒരത്ഭുതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു കോവേണി നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നീ ഇതേ കൂടെ കയറിക്കോ, നീ അവിടം വരെ ചെല്ലും. ഇങ്ങനൊരു ഏണി ഒരിടത്തും വാങ്ങിക്കാൻ കിട്ടത്തില്ല, ആർക്കും തരാൻ കഴിയത്തില്ല. നിൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവത്തിന് കഴിയും. കാരണം ദൈവം അബ്രഹാമിൻ്റെ കയ്യെ പിടിച്ചൊരു ഉടമ്പടി ചെയ്തു. കയ്യെ പിടിച്ച ഞാൻ പറഞ്ഞതും അത്രയ്ക്ക് ഉറപ്പാണ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടെല്ലാം പരക്കും. ഇതെല്ലാം നിൻ്റെ വല്യപ്പനോട് ഞാൻ പറഞ്ഞ ദൈവമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഏണിയുണ്ടല്ലോ, അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ ഏണിക്കുണ്ടല്ലോ, അതിൻ്റെ പടികളുണ്ടല്ലോ സ്വർഗം വരെ. ഇന്ന് പലർക്കും ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ചുങ്കത്തറയിൽ നിന്ന് പോയി വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ മതി എന്ന് പോകുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല, പോകാതിരിക്കുമോ. പക്ഷേ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം തമ്പുരാൻ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നീ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ദൈവത്തെ സ്വപ്നം കണ്ടാൽ, നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനകളെക്കുറിച്ച് നീ സ്വപ്നം കണ്ടാൽ, നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏണിയുണ്ടല്ലോ സാധ്യതകളുടെ ഏണിയാണ്. ഈ ഏണിയെ നീ കയറിയാലുണ്ടല്ലോ, നീ ഒരിക്കലും സ്വപ്നം കാണാത്ത തലത്തിൽ നിന്നെ എത്തിക്കും. ഞാനൊരു പള്ളിയിലെ അച്ഛനായിട്ട് ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദിവസം എന്നെ ഒരാൾ ഒരു വീട് കുദാശയ്ക്ക് വിളിക്കാൻ വന്നു. എന്നെ ഫോൺ വിളിച്ചു, അച്ചാച്ചനെ. ഞാൻ പറഞ്ഞു, വീട് കുദാശയ്ക്കൊന്നും എന്നെ വീട്ടിലൊന്നും വന്ന് വിളിക്കണം, സിറ്റിയിലാണ്, എന്നെ വീട്ടിൽ നീ ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി. ഇല്ല ചാ, എനിക്ക് അച്ഛനോട് വന്ന് പറയണം. ശരി, അവൻ വന്നു. വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി വെച്ചിരുന്ന് പൊട്ടിക്കരയാണ്. നടന്ന സംഭവമാണ് ഈ പറയുന്നത്. ഭയങ്കര കരച്ചിലാണ്. ഞാനോട് ചങ്ക് പൊട്ടുകയാണെന്ന്, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ചോദിച്ചു. ഭയങ്കര കരച്ചിലാണ്. ആരാണ് മരിച്ചപ്പോൾ കരയുന്ന പോലെ കരയുവാണ്. വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചേട്ടാ, നീ എന്നെ ആരും വീടുദാശയ്ക്ക് വിളിച്ചു തരുകയും കഴിച്ചു, നീ എന്തിനീ കരയുന്നേ? അപ്പം പറഞ്ഞ, അച്ഛാ എനിക്ക് അല്പനേരം സമയം തരണം, എനിക്ക് അച്ഛനോട് കാര്യം പറയാനുള്ളത്. അവൻ കാര്യം പറഞ്ഞതാണ്, അച്ഛാ മർത്തമാക്കാരനാണ്, എൻ്റെ പള്ളിയിലെ മെമ്പറായിരുന്ന ആൾ, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹം പള്ളിയിൽ സാക്ഷ്യം പറഞ്ഞതുമാണ്, അതുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നതിൽ ഒരു കുഴപ്പം. എൻ്റെ പള്ളിയിൽ സാക്ഷ്യം പറഞ്ഞതുമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അച്ഛാ എൻ്റെ ഈ വയറ് നിറച്ച് ചെറുപ്പകാലത്തൊരിക്കലും ഞാൻ കഴിച്ചിട്ടില്ല, ഒരിക്കലും കഴിച്ചിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ മക്കളും കൂടെ അര വയറ് കൊണ്ട് കഴിഞ്ഞവരാണ് അച്ഛാ. എന്നെങ്കിലും വയറ് നിറഞ്ഞിട്ടുള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ അമ്മ നെല്ല് കൊയ്യാൻ പോകും. നെല്ല് കൊയ്യാൻ പോകുമ്പോൾ അമ്മ നെല്ല് കൊയ്ത് കറ്റകളാക്കി കെട്ടിവെക്കും. അപ്പനും മക്കൾ ഞങ്ങളും കൂടെ കറ്റ ചുമ്മി കളത്തിൽ, കളമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് കൂട്ടി വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിലിരുന്ന് കറ്റ ചവിട്ടും അല്ലെങ്കിൽ അടിച്ച് നെന്മണികളൊക്കെ എടുക്കും. ഒടുവിൽ കൂലി തരുമ്പോൾ അന്ന് 8-1 വെച്ചാൽ കൂലി, 8 പറ അടിച്ചു കൊടുക്കുമ്പോൾ 1 പറ കിട്ടും. ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഈ നെല്ലും ചുമ്മിക്കൊണ്ട് വീട്ടിൽ പോയി പുഴുങ്ങി കുത്തി എടുക്കുമ്പോൾ മാത്രമേ അച്ഛാ എൻ്റെ വയറ് നിറഞ്ഞിട്ടുള്ള കഴിച്ചിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരെ നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വിഷമായിരിക്കും. ഇവൻ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളൊരു കുടിലിൽ കഴിഞ്ഞവനാണ്, എന്നാൽ ദൈവം കൃപ ചെയ്ത് ഈ പട്ടണത്തിൽ ഇന്ന് സ്വന്തമായിട്ട് എനിക്കൊരു വീട് ദൈവം തന്നച്ചാ. പൊട്ടിക്കരവാണ്. എന്നിട്ട് പറയണം, അച്ഛൻ വന്ന് കൂതാശയണം വെച്ചാ, അച്ഛാ ഞങ്ങളെ അനുഗ്രഹിക്കണം വെച്ചാൽ. ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, 50 കൊല്ലം മുമ്പ് 100 കൊല്ലം മുമ്പ് ഓലക്കുടിൽ കഴിഞ്ഞവരാണ് ഞാൻ്റെ നിങ്ങളുടെ വല്യപ്പനും വല്യമ്മയും. ചാണകം തളിച്ച തറയിൽ ജീവിച്ചവരാണ്. അന്ന് വീട്ടിൽ ഡൈനിങ് ടേബിളൊന്നുമില്ല, നിലത്തിരുന്ന് കഴിച്ചവരാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടെ ഇരിക്കുന്ന ആരുടെയും വീട്ടിലെ സ്ഥിതിയല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയാണ് ഇന്ന് നിങ്ങളും ഞാനും ഈ മണിമാളികയിലെ സുഖസൗകര്യങ്ങൾ ജീവിക്കുന്നതെന്നറിയാവോ? എൻ്റെ നിങ്ങളുടെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും മുമ്പിൽ അവിടെ ആരും നമ്മുടെ അമ്മയപ്പന്മാർ മക്കളാരും ജർമ്മനിയിലും അമേരിക്കയിലും ഒന്നും കൊണ്ടുപോയിട്ടല്ല നമ്മുടെ വീട്ടിൻ്റെ സ്ഥിതി മാറിയത്. പിന്നെ പോയിട്ടുണ്ടാവും. അന്നേരം ഇല്ലായ്മയെ ജീവിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഓരോരുത്തരുടെയും മുമ്പിൽ സാധ്യതകളുടെ കോവേണികൾ ഇറക്കി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനുമെന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് മറക്കരുത്. ഒരു സംഭവം കൂടെ ഞാൻ പറയട്ടെ, എനിക്കറിയാവുന്നൊരു സംഭവം. ഒരു അപ്പനും അമ്മയും അവിടെ വീട്ടിൽ 3 പെൺമക്കൾ കൂടെ ഒരു മകനും ജനിച്ചു, മർത്തമ്മക്കാരൻ തന്നെ.
സജി എന്നാണ് പേര്. ഈ മകന് 2.5 വയസ്സായപ്പോൾ പോളിയോ വന്ന് കാല് രണ്ടും തളർന്നുപോയി. ഇവൻ തളർന്നു കഴിഞ്ഞപ്പോൾ അപ്പനും മരിച്ചുപോയി. ഈ അപ്പൻ മരിച്ച് ഇങ്ങനെ അമ്മ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഈ മോൻ 5 വയസ്സായി. മോനെ സ്കൂളിൽ വിടാൻ നിർവാഹമില്ല, കാരണം നടക്കാൻ വയ്യ. അപ്പനില്ലല്ലോ, ആരും സ്കൂളിൽ കൊണ്ടുപോകും. 1-ാം ക്ലാസ് പഠിച്ചില്ല, 2-ാം ക്ലാസ് പഠിച്ചില്ല, 3-ാം ക്ലാസ്സും പഠിച്ചില്ല. ഇപ്പം പിള്ളേരെല്ലാം പഠിക്കാനൊക്കെ പോയി. 3-ാം ക്ലാസ്സിലായപ്പോൾ ഈ അമ്മയുടെ ആങ്ങള പറഞ്ഞു, സഹോദരി മോനെ സ്കൂളിൽ വിടണം, നീ പഠിപ്പിക്കണം, ഇങ്ങനെ വീട്ടിലിട്ടേക്കല്ലേ. അപ്പോൾ ഈ അമ്മ ഈ മോനെ ഒക്കത്തെടുത്തും തോളെ വെച്ചും ചുമ്മി അവരുടെ അടുത്തുനിന്ന് കുറേ ദൂരമുണ്ട്, ഈ സ്കൂളിൽ കൊണ്ടുപോയി ഈ മോനെ 4-ാം ക്ലാസ്സിലിരുത്തി. മോനെ പഠിക്കും. അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ അമ്മയെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ മോൻ 10-ാം ക്ലാസ് പാസ്സായി, ഒരു STD ബൂത്തിട്ട് ഇവിടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു കൊച്ചു റോഡുണ്ട്, ഇരിക്കാൻ എൻ്റെ മോനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഈ മോൻ 10-ാം ക്ലാസ് വരെ പഠിച്ചു. 10-ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ജയിച്ചു. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, അവനെ STD ബൂത്തിലൊന്നും ഇരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, കോളേജിൽ വിടണം. അടുത്ത കോളേജിൽ വിട്ടു. പ്രീ ഡിഗ്രി ഉയർന്ന മാർക്കിൽ ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി. അവനെ BCom വിട്ടു. BCom കോളേജിൽ പോയി. ഇയാളുടെ കാലുള്ളവനാണ്. 3 വീല് സൈക്കിളിലും ഒക്കെ കൊണ്ടുപോയി പിന്നെ പഠിപ്പിച്ചു. BCom പാസ്സായി, MCom പാസ്സായി, B.Ed പാസ്സായി. അവൻ പരീക്ഷ, ഈ അധ്യാപക ജോലിക്കുള്ള പരീക്ഷ എഴുതിയപ്പോൾ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടറൊക്കെ വാങ്ങിച്ച് 3 വീലർ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്തു. അപ്പോൾ കല്യാണം ആലോചിച്ചു. ആരാണ്? 2 കാലും ഉള്ളവർക്ക് പെണ്ണിനെ കിട്ടാൻ പ്രയാസമാണ്. 2 കാലിന് സ്വാധീനമില്ലാത്തവൻ ആര് പെണ്ണിനെ കൊടുക്കും? പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നും വേണ്ട, ഇങ്ങനെ കാലില്ലാത്തവനെ വേണ്ടാന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ കൊണ്ടുപോയി ആൾ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, നമുക്ക് അവളെ കൂടെ കണ്ടേച്ചു പോവാം. അവിടെ ചെന്നു. സോഫി എന്നാണ് അവിടെ പേര്, മർത്തമ്മക്കാരിയാണ്. ഇത് മർത്തമ്മ. സോഫിയെ കാണാൻ ചെന്നു. സോഫിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. സോഫി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ജീവിത പങ്കാളി ഞാനാകാം. സമ്മതിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിലെ കാരണം, തലയിൽ ഈ കൊച്ചിനെ വെച്ച് ഈ സജിയെ വെച്ചുകൊണ്ട് പോയപ്പോൾ വഴിനീളെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം ഇറക്കിക്കൊടുത്ത ഏണിയാണ് 10 പാസ്സായി ഉയർന്ന മാർക്കിൽ പ്രീ ഡിഗ്രി BCom MCom B.Ed പാസ്സായി ഒറ്റയടിക്ക് സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി. സോഫിയ വിവാഹം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സോഫി വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. മോള് CAക്ക് ഇപ്പോൾ ഫൈനൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മോനും ഇപ്പോഴേ അപ്പൻ്റെ തന്നെ ജോലിയും കിട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അധ്യാപകന് STD ബൂത്ത് ഇരിക്കേണ്ട ആളല്ലേ, അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. ഈ മകനെ കേരള ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര തലത്തിലുള്ള ഏറ്റവും ടോപ്പിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അടുത്ത പ്രൊമോഷൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു സമയം വരെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ സാർ എൻ്റെ പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, STD ബൂത്തിൽ എന്നെ കൊണ്ടിരുത്തി എൻ്റെ ജീവിതം അങ്ങനെയായിരിക്കട്ടെ എന്ന് എൻ്റെ അമ്മ സ്വപ്നം കണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരുമല്ല, സ്വർഗത്തിലെ ദൈവം ഒരു കോവേണി ഇറക്കി തന്നു. ദൈവത്തിൻ്റെ വീടൊക്കെ കൂതാ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. എല്ലാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വാതിലുകൾ അടഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പറയാണ്, നിന്നെ ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമാണ് ഞാൻ. നിൻ്റെ മുമ്പിൽ ഈ 3 സ്വപ്നങ്ങൾ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താണ് യാക്കോബിൻ്റെ നന്ദി പ്രകടനം? എങ്ങനെയാണ് യാക്കോബ് ഉണർന്ന് എഴുന്നേറ്റ്? അപ്പോഴാണ് ഉണർന്നേ. എന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ നരകത്തിലാണ് കിടന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഇത് സ്വർഗമായിട്ട് തീർന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുടുംബങ്ങളിൽ എല്ലാം ഉണ്ടെങ്കിലും നരകം പോലെ ആയിരിക്കാം, അല്ലായിരിക്കാം. യാക്കോബ് പറയാണ്, ഞാൻ കിടന്നപ്പോൾ നരകത്തിൽ കിടന്നു, കാളരാത്രിയായിരുന്നു, ഇപ്പോൾ ഇത് സ്വർഗമാണ്, സ്വർഗത്തിൻ്റെ വാതിലാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സ്ഥിതി മാറുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ്, സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ്. ഇതനുഭവിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞതാണ്,
ഞാനിപ്പോൾ പറഞ്ഞൊരു കണ്ടീഷനൊക്കെ വെച്ചാൽ പറഞ്ഞു. കണ്ടീഷൻ വെച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചർ ഇല്ല, ഇനി എങ്ങനെ എനിക്ക് ജീവിതമില്ല. പറയുകയാണ്, എന്നെ ദൈവമേ നീ നടത്തിയാൽ എന്നും പറഞ്ഞാണ് പറയുന്നത്. എനിക്ക് കുറ്റം അദ്ദേഹത്തെ പറയാൻ എനിക്കിഷ്ടമില്ല. കാരണം ഒരു വഴിയുമില്ല, സാധ്യതയില്ലായിരിക്കുമ്പോഴാണ് ദൈവം ഇത് പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, ദൈവമേ നീ അങ്ങനെയൊക്കെ എന്നെ നടത്തിയാൽ നീ എൻ്റെ ദൈവമായിരിക്കും. ഒന്നാമത്തെ സമർപ്പണം അതാണ്. എൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവം ഉണ്ടല്ലോ, ഇനി മുതൽ എൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവം മാത്രമല്ല, എൻ്റെ ദൈവമായിരിക്കും. നമ്മുടെ തിരുമേനിയാണ് യുവനസഖ്യത്തിൻ്റെ പ്രസിഡന്റ്. യുവനസഖ്യത്തിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ്. അതെടുക്കുന്ന ആൾ പറയണം, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്നു. മാമോദീസ വെള്ളം മുങ്ങിയ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ദൈവത്തോട് പറയാൻ കഴിയണം, എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെയും ദൈവം മാത്രമല്ല, എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ആദ്യമായിട്ടാണ് യാക്കോബ് ചെയ്യുന്നത്. ഇതുവരെയും കടിച്ചു പിടിച്ച് തട്ടിപ്പറിച്ച് പാര വെച്ച് വലിയവനെ ശ്രമിച്ചവൻ ഇപ്പോൾ പറയാണ്, ഇനി എൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവം എൻ്റെ ദൈവമാണ്. മാർത്തോമാ സഭയിലെ മാമോദീസ വെള്ളം മുങ്ങി തല തൊടുന്ന അപ്പനും അമ്മയായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനൊരു ഉടമ്പടിയിലേക്ക് മക്കളെ പ്രവേശിപ്പിക്കുന്നതിന് ശ്രമിക്കാറുണ്ടോ എന്ന് പരിശോധിക്കണം. യാക്കോബ് പറഞ്ഞു, യു ആർ മൈ ഗാഡ്, എൻ്റെ ദൈവമാണ്. നെഞ്ചത്ത് വെച്ചത് പറയാൻ കഴിയണം. രണ്ടാമതായിട്ട് പറഞ്ഞു, ദൈവമേ നീ എന്നെ നടത്തിയാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ ഈ കല്ല് പോലിരുന്ന തലേണ ഉണ്ടല്ലോ, അല്ലെ കല്ല് തലേണ, ഇത് ഞാനൊരു ദൈവാലയമാക്കി മാറ്റും. എൻ്റെ തിരുമേനിയെ സ്വാഗതം ചെയ്തപ്പോൾ സെക്രട്ടറി പറഞ്ഞു, പ്രശ്നങ്ങളെ പദ്ധതികളാക്കുന്ന തിരുമേനിയാണ്. യാക്കോബ് പറഞ്ഞു, എൻ്റെ പ്രശ്നം ഇന്ന് തൊട്ട് ദൈവത്തിൻ്റെ ഒരു ആലയം പണിയാനുള്ള മുഖാന്തരമാണ്. ഞാനൊരു ആലയം പണിയാൻ പോകണം. ഈ കല്ല് കൊണ്ടാണ് പണിയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ജീവിതത്തിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും വരുമ്പോൾ അച്ഛൻ വന്നില്ല, പ്രാർത്ഥിച്ചില്ല, തിരുമേനി വിളിച്ചില്ല, പള്ളിക്കാരന്വേഷിച്ചില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പറയാൻ കഴിയണം, എൻ്റെ ഈ പ്രശ്നത്തിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയില്ല, നടത്താമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ദൈവം നടത്തുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് ഒരാലയം പണിയും. എൻ്റെ വീടൊരാലയമാകണം, എൻ്റെ ഹൃദയം ഒരാലയമാകണം. നമ്മുടെ ഇടവകയിലെ പള്ളിയുണ്ടല്ലോ, നമ്മുടെ 3 ആലയങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് ഹൃദയം ദൈവത്തിൻ്റെ ആലയമാകണം, ദൈവത്തിന് മതി. 2 നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ ആലയമാകണം. 3 നമ്മുടെ പള്ളി ആരാധന ഒരിക്കലും ഉപേക്ഷിക്കല്ലേ. എല്ലാവരുടെയും വിവാഹം കഴിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പള്ളി മണിയടിക്കുമ്പോൾ ദൈവം നിങ്ങളെ കുടുംബമായിട്ട് വിളിക്കുന്നോർത്തുകൊണ്ട് ഒരു ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയാണ് കുടുംബ വരേണ്ടതാണ്. യാക്കോബ് പറയാണ്, ഇനിയും ഞാൻ ഇവിടെ വന്ന് ദൈവത്തിനൊരാലയം പണിയുമെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞെന്നറിയാമോ, ദൈവമേ നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. പഴയ നിയമത്തിലെ ഒരു ദൈവശാസ്ത്രമാണ്. യാക്കോബ് പറഞ്ഞെന്തറിയാവോ, എനിക്കൊന്നുമില്ല, ഐ ഹാവ് നത്തിങ്, ഒന്നും എനിക്കില്ല. എന്നാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നീ തന്നെങ്കിലേ ഉള്ളൂ. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടം. യാക്കോബ് പറഞ്ഞത് കണ്ടീഷനാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയും. അദ്ദേഹത്തിന് കണ്ടീഷൻ പറയാൻ അദ്ദേഹത്തിന് ഒന്നുമില്ലല്ലോ. ഈ ഇട്ടിരിക്കുന്ന നിക്കറേ ഉള്ളൂ, ഉടുപ്പേ ഉള്ളൂ, ഒരു വടിയേ കയ്യിലുള്ളൂ. ദൈവം പറയാണ്, ദൈവമേ നീ എനിക്കെന്ത് തന്നാലും അതിൻ്റെ ഒരു പങ്ക് നിനക്ക് ഞാൻ അർപ്പിക്കും. തിരുമേനി സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും കരുതുന്നതും പ്രോജക്റ്റെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് കോടികൾ കിടന്നിട്ടും ഇപ്പോൾ തോത്തരാഴ്ച എടുക്കാൻ പോവുകയാണ്. നമ്മൾ കൊണ്ടിരുന്ന എത്ര എനിക്കറിയില്ല, 10 രൂപയാണ്, ചിലർ 20 രൂപ. ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാൽ 5 പേരൊരു നല്ല ഹോട്ടലിൽ പോയാൽ, നല്ല ഹോട്ടലിൽ ഒരു പാർട്ടിക്ക് പോയാൽ 200 രൂപ ഒരാൾക്കാവും, 1000 രൂപയെങ്കിലും ബില്ലാവും. 5 പറഞ്ഞോട്ടെ, കുടുംബമായിട്ട് പോയാൽ 1000 രൂപ ബില്ലാന്ന് വിചാരിക്കുക. നമ്മൾ അതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ചോദിക്കുമോ, അയ്യോ ഇതൊന്ന് കുറച്ച് തരാമോ എന്ന് ചോദിക്കത്തില്ല. ഒരു മടിയും കൂടാതെ പേഴ്സ് ഇങ്ങോട്ടെടുത്ത്, അല്ലെ കാർഡ് ഇങ്ങോട്ടെടുത്ത് അത് കൊടുക്കും, നിൽക്കത്തില്ല. അപ്പോൾ 1 മണിക്കൂർ വിളമ്പി തന്ന വെയിറ്റർക്കുണ്ടല്ലോ, കുറഞ്ഞത് 100 അല്ലെ ചിലർ 50 എങ്കിലും കൊടുക്കും. എന്നാൽ നിൻ്റെ വല്യപ്പൻ്റെയും നിൻ്റെ അപ്പൻ്റെയും ദൈവം നിന്നെ മാനിച്ച് അനുഗ്രഹിച്ചിരിക്കുമ്പോൾ സ്തോത്ര കാഴ്ച സഞ്ചി വരുമ്പോൾ കൊടുക്കുന്ന എത്ര എന്നറിയാമോ? ഇന്നത്തെ പിച്ചക്കാർ പോലും വാങ്ങിക്കാത്ത, ആർക്കും വേണ്ടാത്ത ഏറ്റവും കുറഞ്ഞ നോട്ടാ കൊണ്ടിടുന്നത്. വാരിക്കൊരുത്തും. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഇവിടെ അവിടെ നിന്നൊക്കെ ചില വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ 1 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ 450 കോടി രൂപ കിടപ്പുണ്ട്.
550 കോടി മർത്തോമാക്കാരാ പത്തനംതിട്ട ജില്ലയിൽ കൂടുതലുള്ളത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ആളെവിടെയാണ്. എന്താണെന്നറിയാമോ? പള്ളിയിലെ പിരിവ് ചോദിക്കാൻ പറയും, എന്നും ഇവിടുത്തെ അച്ഛൻ പിരിക്കുക, ഭയങ്കര പിരിവാ, തിരുമേനി അങ്ങ് പിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. സ്വതന്ത്രാഴ്ച ഇതെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ 5 ഉണ്ടോ 2 ഉണ്ടോ 1 ഉണ്ടോ എന്ന് നോക്കി തിരുമിയാണ് നമ്മളിടുന്നത്. ഇങ്ങനെ ഇതിനൊന്നും കൊടുക്കാതെ ഇരിക്കട്ടെ, മക്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടിട്ടതാ. മക്കൾക്കും അറിയത്തില്ല, അപ്പനും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. ബാങ്കിൽ 450 കോടി രൂപ കിടപ്പുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, നിങ്ങളാക്കിയ ദൈവം തമ്പുരാനോട് പറയാൻ കഴിയുമോ, ദൈവമേ എനിക്ക് സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് നിനക്കെന്ന് പറയാൻ കഴിയും? ഈ വർഷം ശബരിമലയിലെ കാണിക്കിട്ടപ്പോൾ എണ്ണാൻ വയ്യ. നമ്മുടെ മാരാമണ്യൊക്കെ 1 മണിക്കൂറുണ്ട് എണ്ണി കഴിയും. ഇപ്പോൾ ഇവിടുത്തെ തോതരാഴ്ച എണ്ണാൻ 10 മിനിറ്റ് മതി എന്നാണ് എൻ്റെ തോന്നൽ. ഇത്രയും പേരല്ലേ ഉള്ളൂ. അവിടെ ശബരിമലയിലെ തൂക്കമെടുത്താണ് എണ്ണാൻ പോകുന്നത്. അയ്യോ, ഇവിടെ മാർത്തോമാക്കാരായിരിക്കുന്ന വിശ്വാസികളല്ലേ എന്നെ കേൾക്കുന്നത്. ഞാൻ ചോദിക്കുക, ഇത്രയും നാൾ ക്യാൻസർ വരാതെ, കോവിഡ് വരാതെ, വന്നിട്ടും കുഴപ്പം വരാതെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് ഐശ്വര്യമായിട്ട് ദൈവം നിന്നെ അണർത്തിയിരിക്കുമ്പോൾ ഈ ദൈവത്തോട് പറയുമോ, എൻ്റെ ദൈവമേ നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, നീ തന്നതിൻ്റെ ഒരു പങ്ക് എൻ്റെ ദൈവമേ എന്നെ തന്നെ സമർപ്പിൻ്റെ അടയാളമായി ഞാൻ കർപ്പിക്കുമെന്ന് പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം ചോദിക്കുകയാണ്, സ്വപ്നങ്ങൾ തകർന്ന് ആശകൾ അറ്റുപോയി നിരാശയുടെ കയത്തിൽ ഇന്നിവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, യാക്കോബിനെ പോലെ നിരാശയോട് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. ദൈവപൈതലേ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതെൻ്റെ അവസാനമല്ല. നിൻ്റെ വിജയത്തിൻ്റെ ചവിട്ടുപടിക്കായി ഞാനൊരു കോവേണി നിനക്ക് തരാൻ പോകുകയാണ്. ഈ കോവേണി നീ സ്വപ്നം കാണണം. യാക്കോബിനെ തന്നെ ചിന്തിക്ക്. യാക്കോബ് മുമ്പോട്ട് പോയി. തൻ്റെ മകൻ യോസേഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ജീവനോടിരിക്കുന്ന മകൻ പോലും മരിച്ചുപോയെന്ന് പറഞ്ഞ് കരയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യോസെഫിനെ ഏറ്റവും ഒടുവിൽ കണ്ടുകെട്ടിയപ്പോൾ ചിന്തിക്കണം, ഈ യാക്കോബിനെ യോസെഫിൻ്റെ ഫറവോ രാജാവ് പറഞ്ഞു, എനിക്ക് നിൻ്റെ അപ്പനെ കൊണ്ടുവരാൻ. യോസെഫ് ആവശ്യപ്പെട്ടു, കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ രാജാവായിരുന്ന ഫറവോൻ്റെ രഥവും ഫറവോൻ്റെ പടയാളികളെ സൈന്യ സന്നാഹത്തെ എല്ലാം കൊടുത്ത് യാക്കോബിൻ്റെ വീട്ടോട്ടയച്ചു. യാക്കോബിനോട് പറഞ്ഞു, കയറാൻ പറഞ്ഞു. രഥത്തെ കയറ്റിയിരുത്തി. എന്നിട്ട് ഘോഷയാത്രയായി ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു എന്നുണ്ട്. ഓർക്കുക, എല്ലാം തകർന്ന് ഉടുതുണി കൊണ്ട് ഓടിയവനുണ്ടല്ലോ. വേണ്ട, നമ്മളൊക്കെ ഇന്ന് നമ്മുടെ അമ്മയും അപ്പനെയൊക്കെ രഥത്തെ കയറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ടാണ്. ആംബുലൻസെ കയറ്റുന്നത്, ഹംസരഥമൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ കയറ്റാൻ. ജീവനോടിരുന്നപ്പോൾ ഈ അപ്പനെ ഫറവോ രാജാവിൻ്റെ ക്രമീകരണം കൊണ്ട് രഥത്തെ കയറ്റി അവിടെ കൊണ്ടുവന്നപ്പോൾ ഫറവോ രാജാവ് നമസ്കരിച്ചു, യാക്കോബ് അനുഗ്രഹിച്ചു. എന്നിട്ട് യാക്കോബ് പറയാണ്, എന്താ പറയുക, ഞാൻ ഒരു വടിയും കൊണ്ട് പോയതാണ് ദൈവം തന്നു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ 12 മക്കളും കോവേണിയെ കൂടെ കയറിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം ഇന്ന് നിലനിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ അവിടെ 24 സിംഹാസനങ്ങൾ വെച്ചിട്ടുണ്ട്. 12 പഴയ ഗോത്ര പിതാക്കന്മാർ, 12 പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തലന്മാർക്ക് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഓർക്കണം, ഈ കോവേണി സ്വർഗം വരെ എത്തുമെന്ന് പറഞ്ഞത് ദൈവം തമ്പുരാൻ എത്തിച്ചിരിക്കുകയാണ്. ഈ ഇവിടുത്തെ പള്ളിയുടെ സെമിട്രിയിൽ തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, നിൻ്റെ ഏതെങ്കിലും സ്വപ്നം തകർന്ന് നിരാശയോട് വന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആശയമില്ല നിരാശപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ, കടം കയറി നിരാശപ്പെടും, ദൈവം പറയുകയാണ്, നീ എന്നെ സ്വപ്നം കാണുക, എൻ്റെ മാലാഖമാരെ സ്വപ്നം കാണുക, എൻ്റെ ഏനി സ്വപ്നം കാണുക. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ലോകത്തിന് തരാത്ത അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? എല്ലാവർക്കും കണ്ണടയ്ക്കാം, ഒരു നിമിഷം ശാന്തമായിട്ട് പരിശോധിക്കാം. ദൈവഭാഗം നമ്മെ സമർപ്പിക്കാം. ഇന്ന് രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശകളുണ്ട്, ഇല്ലാത്ത ആരും നമ്മളിലില്ല. ഇന്ന് ദൈവം തമ്പുരാൻ പറയാണ്, ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അതിമഹത്തായൊരു പദ്ധതി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് പൈതലേ. നിനക്ക് വേണ്ടി ഞാനൊരു കോവേണി കൊണ്ടുവന്നിട്ടുണ്ട് പൈതലേ. അത് സ്വർഗം വരെ എത്തുന്നതാണ്. നിനക്ക് എന്നോട് ചേർന്ന് പ്രവർത്തിപ്പാൻ മനസ്സുണ്ടോ? യാക്കോബിനെ പോലെ കബളിപ്പിച്ചും വെട്ടിപ്പിടിച്ചും വലിയവനാകുന്നതിന് പകരം നിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നീ എന്നോടൊത്ത് യാത്ര ചെയ്താൽ
നിന്റെ സഹോദരൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കാണുന്ന ഒരാത്മീയത വെച്ച് നീ ജീവിച്ചാൽ, നിന്നെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരുത്തടെ മനസ്സിൽ തോന്നിയിട്ടില്ലാത്ത അതിമഹത്തായൊരു പദ്ധതി ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ദൈവപൈതലേ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. താവേ, എന്നെ ഇതാ നിന്റെ പാദത്തിങ്കൽ സമർപ്പിച്ചിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലയിടങ്ങളിലും ഞങ്ങൾ തകർന്നു പോയിട്ടുള്ളവരാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അവസാനമാണ്, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന്. അവിടെയെല്ലാം ദൈവം തമ്പുരാനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴും കൂട്ടുകാർ കൈവിട്ടപ്പോഴും നീ ഞങ്ങളെ തേടി വന്ന് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിക്കുകയും ഞാൻ നിൻ്റെ അപ്പനെയും അമ്മയും നടത്തിയ ദൈവമാണെന്ന് പറഞ്ഞ് ബലപ്പെടുത്തുകയും ദൈവം തമ്പുരാനെ നിൻ്റെ മാലാഖമാരുടെ സംരക്ഷണത്തിൽ സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ സന്നിധി വരെ എത്തുന്ന കോവേണി തന്ന് ഞങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം. താവേ, ഞങ്ങൾ പുതിയ നിയമത്തിൽ ഈ കോവേണിയായിട്ട് യേശുവിൻ്റെ ക്രൂശിനെ കാണുന്നു കർത്താവേ. ഞങ്ങളെ മാമോദിസ മുക്കുമ്പോഴും ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലും വീട് കുദാശയിലുമൊക്കെ ഈ കുരിശ് കൊണ്ടുള്ള ഏണി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ആലയവും സ്വർഗത്തിലേക്കുള്ള കോവേണിയുമായിട്ടൊക്കെ ഒരുക്കി തരുമ്പോൾ ഞങ്ങളുടെ ജീവിതം നിൻ്റെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു കർത്താവേ. നിന്നെ വിട്ട് യാക്കോബിനെ പോലെ കബളിപ്പിച്ചതൊക്കെ ക്ഷമിക്കണം. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരണം. നീ ഞങ്ങളുടെ നിനക്ക് കൊള്ളാവുന്ന മന്ദിരങ്ങളാക്കി ഞങ്ങളെ തീർക്കണം. നിനക്കായി ജീവിപ്പാൻ സമർപ്പിക്കുന്നു. സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.